യോൾ ഞാനപ്പോൾ റോസാപ്പൂ ഉണ്ടാക്കുന്നതല്ല പഠിപ്പിക്കാനല്ല വന്നതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ആ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ടിട്ടുണ്ട്, ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് കൂടി ഇട്ടേക്കണേന്ന്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയുള്ളൂ: ഒരു നൂല്, ഒരു കത്രിക, ഉണ്ടാക്കാനുള്ള പേപ്പർ. അപ്പോൾ നമ്മളത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലോ കട്ട് ചെയ്തെടുക്കുക ഒരു തുണ്ട് പേപ്പർ. എന്നിട്ട് അതിന് രണ്ടായിട്ട് മടക്കുക. അത് രണ്ടായിട്ട് മടക്കുക എന്ന് വെച്ചാൽ നടുക്ക് വെച്ച് മടക്കിയിട്ട് അതിനെ ചുരുട്ടി കഴിയുമ്പോഴത്തേനും അതായത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടിഭാഗം ഒന്ന് നൂലുകൊണ്ട് ടൈ ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത പെറ്റൽസ് ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക, അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നൂലുകൊണ്ട് ടൈ ചെയ്താൽ മതി. ഇതുപോലെ ഓരോ പെറ്റലും അതിൽ വെച്ചിട്ട് ചേർത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ മേക്കിംഗ് ആണിത്. ഇതെന്നെ ആരും പഠിപ്പിച്ചതല്ല, ഞാൻ തന്നെത്താനെ ഇങ്ങനെ ചെയ്ത്, ഞാൻ ഷോളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചുമ്മാ ഇതിങ്ങനെ വെക്കുമ്പോഴത്തേനും ആ റോസിൻ്റെ ഒരു രൂപമൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആയതാണ് കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ കുട്ടികളിൽ പല കുട്ടികൾക്കും പല കഴിവുകളുണ്ട്. അപ്പോൾ പഠിക്കാതെ അവൻ പഠനത്തിൽ മണ്ടനാണ്, പൊട്ടനാണ്, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ കുട്ടികളെ യൂസ് ചെയ്യാതിരിക്കുക. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളിൽ ഒരുപാട് അതർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കഴിവുകൾ കാണും. ആ കഴിവുകളെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുകയും അതിലൂടെ നമുക്ക് പഠനത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് അവരെ എത്തിക്കാനും കഴിയുന്നതാണ് കേട്ടോ. അതൊരു ഒരു 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 പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പല സ്കൂളുകളിലും പഠിപ്പിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ക്ലാസ്സിൽ ഏറ്റവും ബാക്ക്വേർഡ് നിൽക്കുന്ന ബാക്ക്വേർഡ് അല്ല, ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എക്സ്ട്രാ ഓർഡിനറി ആക്കി എടുക്കാനായിട്ട് നമുക്ക് കഴിയും. കാരണം അവനിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അവനെ തന്നെ അത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേനും അവൻ ഓട്ടോമാറ്റിക്കലി പഠനത്തിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ കേരളത്തിൽ പഠിപ്പിച്ചിരുന്ന സമയത്തും മഹാരാഷ്ട്ര പഠിപ്പിച്ചിരുന്ന സമയത്തും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ്. കുട്ടികളുടെ കഴിവുകൾ പഠനത്തിൽ പിന്നോക്കമാണെങ്കിൽ അവരിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് കാണും. ആ കഴിവുകളെ കണ്ടുപിടിച്ച് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അവർ നല്ല